വൺസ് നമ്മൾ ഇവിടുന്ന് ചെക്ക് ചെയ്യുന്ന ഗ്രഹനിലപ്രകാരം കല്ലുകൾ പിന്നെ ജീവിതകാലത്ത് മാറ്റേണ്ട ആവശ്യമില്ല. ആവശ്യം വരുന്നില്ല. തേഞ്ഞു പോകുന്ന കല്ലുകൾ ലൈക്ക് കോറൽസ് ഇങ്ങനെയൊക്കെ ഉള്ളത് തേയ്മാനം സംഭവിക്കുമ്പോൾ അത് മാറ്റി എടുക്കുക എന്നുള്ളതല്ലാതെ ഇന്ദ്രനീലം പോലുള്ള രത്നങ്ങളൊക്കെ എത്രയോ ജന്മങ്ങൾ, എത്രയോ ജനറേഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എത്രയോ ജനറേഷന്. കാരണം ഒരു രക്തദളം ഭൂമിക്കടിയിൽ അനേകം കിലോമീറ്റർ താഴെ അനേകം കണ്ടൻസോട് കൂടി ഇപ്പൊ ഈ ഇന്ദ്രനീലത്തിനകത്തൊക്കെ മുഴുവൻ അയൺ ഓക്സൈഡും ടൈറ്റാനിയം ഒക്കെ അതിന് കളർ കൊടുക്കുകയോ ചെയ്യും. അങ്ങനെ ഉരുത്തിരിഞ്ഞുണ്ടാവുക. ഭൂമിക്കടിയിൽ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് ഇതുണ്ടാവുക. അതിന് വർഷങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. എന്നിട്ട് ഭൂമിക്ക് ഉണ്ടാകുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഷിഫ്റ്റ് കൊണ്ട് അത് സർഫസിലോട്ട് വരികയും അവിടുന്ന് മൈൻ ചെയ്ത് കൊണ്ടുവരികയും കട്ട് ചെയ്ത് പിന്നെ ക്ലീനിങ് പ്രോസസ്സ്, പോളിഷിങ്, അതിന്റെ നെയിം, പുതിയ കല്ലൊക്കെ ആണെങ്കിൽ അതിന്റെ പേരൊക്കെ ഇട്ട് ലാബിൽ ഒരു വലിയ പ്രോസസ്സിംഗ് അതിന് തന്നെ ഒരു വലിയ സംവിധാനങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് ഇതേപോലത്തെ പരുവത്തിലേക്ക് സ്റ്റോൺ വരുന്നത്. ഇതിന്റെ പുറകിൽ ഒരുപാട് വർക്ക്മാൻഷിപ്പ് ഉണ്ട്.